प्यारे बच्चों आदाब, आप कैसे हैं? सब ठीक है ना? अच्छा, ഇപ്പം നമ്മൾ മൂന്നാമത്തെ യൂണിറ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7ാം ക്ലാസ്സിലെ ജംഗലിസ്ഥാൻ എന്ന മൂന്നാമത്തെ യൂണിറ്റ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ചാലു ബന്ദറും ഷേറും കൂടി ഗിൽഹരിയുടെ കല്യാണത്തിന് പോകുന്ന പാഠമാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പാഠത്തിലെ പ്രവർത്തനങ്ങൾ സർഗർമിയ എന്തൊക്കെയായിരുന്നു നോക്കാം നമുക്ക് അല്ലേ? ആദ്യ പ്രവർത്തനം എന്തായിരുന്നു? പഹലെ സർഗർമി ക്യാ थे? बच्चों से ये नज़म मुख्तलिफ तर्ज़ों में सुनाने को कहे. ഈ പദ്യം വിവിധ ഈണത്തിൽ പാടാനുള്ളൊരു ചോദ്യമായിരുന്നു. നിങ്ങളെല്ലാവരും വളരെ നല്ല രീതിയിൽ വളരെ നല്ല ഈണത്തിൽ പാടിയിട്ട് നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനം എന്തായിരുന്നു? നമ്മൾ ഈ പദ്യത്തിൽ കുറേ പക്ഷികളെ പേര് പഠിച്ചു, കുറേ മൃഗങ്ങളെ പേര് പഠിച്ചു അല്ലേ? ജാൻവറോങ്ക പരിന്തോങ്ക നാം ഹൈ. ഈ പാഠത്തിൽ എന്തുണ്ട്? പദ്യത്തിൽ എന്തുണ്ട്? പക്ഷികളെയും മൃഗങ്ങളെയും പേരുണ്ട്. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ എന്ത് ചെയ്യുക? തസ്വീർ ബനായെ, ചിത്രം വരച്ചിട്ട് അതിനെക്കുറിച്ച് അന്ന് ജുംലെ ലിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ കുട്ടികൾ എഴുതി അയച്ച നമുക്കിവിടെ വായിക്കാം. എഴുതി അയച്ച ഒരു പക്ഷിയെക്കുറിച്ചുള്ള ഒരു നോട്ടം കൂടെ വായിക്കാം. ठीक है, നോക്കോളൂ. कौवा, ये कौवा है, ये कौवा है. कौवा एक परिंदा है, कौवा एक परिंदा है. कौवे का रंग काला है, कौवे का रंग काला है. कौवा घर के आंगन साफ करता है, कौवा घर के आंगन साफ करता है. ठीक है. ഇനി മൂന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? പക്ഷികളെ മൃഗങ്ങളെ കുറിച്ചുള്ള ധാരാളം കവിതകൾ, നമ്മളൊരു കവിത നമ്മളിവിടെ പഠിച്ചു അല്ലേ? ഇതുപോലെ ധാരാളം കവിതകൾ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പം എന്ത് ചെയ്യാം? ഇതുപോലുള്ള കുറച്ചുകൂടെ കവിതകൾ പക്ഷിയെക്കുറിച്ചോ മൃഗങ്ങളെക്കുറിച്ചുള്ള കവിതകൾ എന്ത് ചെയ്യുക? ശേഖരിച്ചിട്ട് നിങ്ങളെ മേരാ ഗുൽഷൻ മേ ലഗായിയേ, നിങ്ങളുടെ മേരാ ഗുൽഷൻ എന്ന നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് എഴുതി വെക്കുക. ठीक है. ഈ 3 പ്രവർത്തനമാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ചെയ്തത്. അച്ഛാ, ഇനി അങ്ങനെ ആ സന്തോഷത്തോടു കൂടിയ കല്യാണത്തിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ശബ്ദം കേട്ടത്. എന്ത് ശബ്ദമായിരിക്കും അത്? നമുക്ക് മൂന്നാമത്തെ പാഠമായി അടുത്ത പാഠമായി വരുന്നത് ആ സംഭവമാണ്. എന്തോ ശബ്ദം കേട്ടു. നമുക്ക് മൂന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? ഖാമോഷ് ക്യോം ഹെ, ഖാമോഷ് ക്യോം ഹെ. നമുക്ക് ആദ്യം ആ പാഠം ഒന്ന് വായിക്കാം. സബ് മേരെ സാത്ത് പഠിയേ. ठीक है, എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് വായിക്കാം. തയ്യാർ ഹെ? देखिए, शादी धूमधाम से हो रही थी, शादी धूमधाम से हो रही थी. अचानक चट्टान तोड़ने की आवाज़ आई, अचानक चट्टान तोड़ने की आवाज़ आई. सारे जानवर और परिंदे उस तरफ दौड़ पड़े, सारे जानवर और परिंदे उस तरफ दौड़ पड़े. शेर और चालू बंदर भी वहाँ पहुँचे. ये खबर सुनकर जंगल मिशन का रिपोर्टर कालू कौवा भी आ गया. वो वार्ड मेंबर चालू बंदर से पूछने लगा, वो वार्ड मेंबर ചാലു ബന്ദർ സെ പൂച്ചിനെ ലഗ. എന്താണ്? നോക്കൂ, എന്താ ഇവിടെ പറയുന്നത് നോക്കാം നമുക്ക്. ഉൻവാൻ ക്യാ ഹെ? തലക്കെട്ട് എന്തായിരുന്നു? ഖാമോഷ് ക്യോം ഹെ. ഖാമോഷ് ക്യാ ഹെ? ഖാമോഷ് അല്ലേ? മിണ്ടാതിരിക്കുക. ഖാമോഷ് ക്യോം, ക്യോം വൈ, എന്തിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? മിണ്ടാതിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിശബ്ദമായിട്ടിരിക്കുന്നത്? നോക്ക്, ബാക്കി നോക്ക്. ഷാദി ധൂം ധാം സെ ഹോ രഹി തി. അപ്പോൾ അവരെന്തോ ഒരു ഭയങ്കര ശബ്ദം കേട്ടു എന്ന് പറഞ്ഞല്ലേ? നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഷാദി ധൂം ധാം സെ ഹോ രഹി തി, കല്യാണം വളരെ ആഘോഷത്തോടു കൂടി ഇങ്ങനെ ഹോ രഹി തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ചാനക്, അച്ചാനക് പെട്ടെന്ന് ചട്ടാൻ തോടനേക്ക് ആവാസായി. ചട്ടാൻ, ചട്ടാൻ ക്യാ ഹെ? ചട്ടാൻ പാറ, ചട്ടാൻ തോടനേക്ക് ആവാസ്, പാറ പൊട്ടിക്കുന്ന ശബ്ദം. സാരെ ജാൻവർ और परिंदे उस तरफ दौड़ पड़े. എല്ലാ പക്ഷികളും മൃഗങ്ങളും അവിടെ എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഗിൽഹരിയുടെ ഷാദിക്ക് എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. കാട്ടിലെല്ലാ മൃഗങ്ങളും ഉണ്ട് അവിടെ. എല്ലാവരും സാരേ ജാനവർ അവർ പരിന്ത്, എല്ലാ പക്ഷികളും മൃഗങ്ങളും എന്ത് ചെയ്തു?
ഉസ് തറഫ് ആ ഭാഗത്തേക്ക് ദൗഡ് പടേ ഓടി. ഷേർ ഔർ ചാലു ബന്ദർ ബി വഹാം പഹുഞ്ച്. നമ്മളെ കഥാപാത്രങ്ങളായ ഷേറും ചാലു ബന്ദറും എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? വഹാം പഹുഞ്ച്, വഹാ അവിടേക്ക് എന്ത് ചെയ്തു? പഹുഞ്ച് എത്തിച്ചേർന്നു. ഖബർ സുൻകർ, വേറെ ആരാ അങ്ങോട്ട് വന്നത്? ഖബർ സുൻകർ. ഖബർ ക്യാ ഖബർ? ഖബർ അഖ്ബാർ എന്നിട്ടില്ലെങ്കിൽ അഖ്ബാർ എന്ന് പറഞ്ഞാൽ പത്രം എന്നാണ് അല്ലേ? ഖബർ എന്ന് പറഞ്ഞാൽ വാർത്ത. ഖബർ ഈ വാർത്ത സുൻകർ കേട്ടിട്ട് ജംഗൽ വിഷൻ കാ റിപ്പോർട്ടർ കാലു കവ്വാബി ആകയ. ജംഗൽ വിഷൻ എന്ന TV-യുടെ റിപ്പോർട്ടറായിട്ടുള്ള കാലു കവ്വാബി, കാലു കവ്വയും ആകയ വന്നു. വോ വാർഡ് മെമ്പർ ചാലു ബന്ദർ സെ പൂച്ഛനെ ലഗ. അദ്ദേഹം എന്ത് ചെയ്തു? വാർഡ് മെമ്പർ ആയിട്ടുള്ള ചാലു ബന്ദറിനോട്, ചാലു കുരങ്ങനോട് എന്ത് ചെയ്തു? പൂച്ഛനെ ലഗ, ചോദിക്കാൻ തുടങ്ങി. ഇനി പാഠത്തിൻ്റെ അടുത്ത ഭാഗമായിട്ട് വരുന്നത് എന്താണ്? ചാലു ബന്ദറും ഈ കാലു കവയും തമ്മിലുള്ള സംഭാഷണമാണ്. നമുക്കത് നോക്കാം. നമുക്ക് ഗുഫ്തഗു നോക്കാം. കാലു കവയും ചാലു ബന്ദറും. देखिए, बताइए कालू, बताइए यहाँ क्या हुआ और क्या नुकसानात हुए. अब मेरे साथ पढ़िए. बताइए यहाँ क्या हुआ और क्या नुकसानात हुए. चालू, वही चट्टान तोड़ी गई, कई जानवर जख्मी हुए. वही चट्टान तोड़ी गई, कई जानवर जख्मी हुए. बहुत से जानवर और परिंदे बेघर हो गए. चलिए हम वहाँ जाकर देखेंगे. चलिए हम वहाँ जाकर देखेंगे. कालू वहाँ की वीडियो शूटिंग करने लगा. कालू, अफसोस ये क्या हो गया? अफसोस ये क्या हो गया? क्या हमारे दुश्मन यहाँ भी आ पहुँचे? क्या हमारे दुश्मन यहाँ भी आ पहुँचे? यहाँ कोई पूछने वाला नहीं है. यहाँ कोई पूछने वाला नहीं है. चालू भाई आप क्यों खामोश हैं? चालू भाई आप क्यों खामोश हैं? चालू, मैंने हर मीटिंग में इस जुल्म के ख़िलाफ़ आवाज़ उठाई है. मैंने हर मीटिंग में इस जुल्म के ख़िलाफ़ आवाज़ उठाई है, लेकिन हमारी बात सुनता ही कौन है? लेकिन हमारी बात सुनता ही कौन है? कालू, अच्छा, आज ही मैं उसकी तफसीली रिपोर्ट जंगल विशन में पेश करूँगा. आज ही मैं उसकी तफसीली रिपोर्ट जंगल विशन में पेश करूँगा. चलो, अच्छी बात है. लोगों को आगाह करना हमारा फ़र्ज़ है. अच्छी बात है. लोगों को आगाह करना हमारा फ़र्ज़ है. ठीक है, समझ गया? എല്ലാവർക്കും വായിക്കാൻ മനസ്സിലായില്ലേ? ഇനി നമുക്ക് സംഭാഷണം എന്താ നോക്കാം. എന്താണ് അവർ കാലു കവ്വയും ചാലു ബന്ദറും പറഞ്ഞ സംഭാഷണം നോക്കോളൂ. കാലു, ബത്തായിയേ. ബത്തായിയേ ക്യാ ഹേ? ബത്താന, പറയുക. ബത്തായിയേ പറഞ്ഞാലും. കാലു ചോദിക്കുകയാണ് ചാലു ബന്ദറിനോട്, അല്ലേ? യഹാം ക്യാ ഹുവാ? യഹാം, യഹാം ക്യാ ഹേ? ആ ഇവിടെ. ക്യാ ഹുവാ, क्या हुआ? എന്ത് സംഭവിച്ചു? और क्या नुकसानात हुए? क्या नुकसानात, എന്താ नुकसानात क्या है? നഷ്ടങ്ങൾ. എന്ത് നഷ്ടങ്ങളാണ്, എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത്? ചാലു പറയാണ് വഹി ചട്ടാൻ തോടി ഗൈ. വഹി, വോ എന്നാണ് അർത്ഥം, അത് അല്ലേ? വഹി, അത് തന്നെ. ചട്ടാൻ തോടി ഗൈ, നോക്ക്, പാറ പൊട്ടിക്കപ്പെട്ടു, പാറ പൊട്ടിച്ചു. കൈ ജാൻവർ ജഖ്മി ഹുയേ, എന്ത് ചെയ്തു? ധാരാളം മൃഗങ്ങൾക്ക് എന്ത്, കയ്യാണെന്നർത്ഥം ധാരാളം മൃഗങ്ങൾക്ക് എന്ത് ചെയ്തു? ജഖ്മി ഹുയെ. ജഖ്മി ക്യാ ഹെ? ആ മുറിവ് പറ്റി. കുറേ മൃഗങ്ങൾക്ക് എന്ത് ചെയ്തു? മുറിവ് പറ്റി. ബൗസെ ജാൻവർ ഓർ പരിന്ദേ ബേഗർ ഹോ ഗയേ. ബൗസെ ധാരാളം, കുറേ, ബൗത്താനാൽ വളരെ, അല്ലേ? ബൗസെ വളരെയധികം. ജാൻവർ ഓർ പരിന്ദേ പക്ഷികളും മൃഗങ്ങളും എന്ത് ചെയ്തു? ബേഗർ ഹോ ഗയേ. ഗർ ക്യാ ഹെ? വീട്. ബേഗർ എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവർ, ഭവനരഹിതർ. ഹോ ഗയേ ആയിപ്പോയി. ചലിയേ ഹം വഹാം ജാക്കർ ദേക്കേ. ചലിയേ വരൂ, നടക്കൂ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വഹാം ജാക്കർ ദേക്കാം, അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? നോക്കാം. അങ്ങനെ കാലു അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? കാലു വഹാം കി വീഡിയോ ഷൂട്ടിംഗ് കാരണല്ലെങ്കിൽ കാലു പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തു? അവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അവിടെ എത്തിയിട്ട് എന്ത് ചെയ്തു? അവിടുത്തെ കാര്യങ്ങളൊക്കെ കാലു ഷൂട്ട് ചെയ്യാൻ തുടങ്ങി, അല്ലേ? ആ വീഡിയോ എടുക്കാൻ തുടങ്ങി. കാലു പറയാണ് അഫ്സോസ് ഏ ക്യാ ഹോ ഗയാ. അഫ്സോസ്, അല്ലേ? കഷ്ടം. ഏ ക്യാ ഹോ ഗയാ,
ഇതെന്താ സംഭവിച്ചത്, എന്താ ഞാൻ കാണുന്നത്, എന്താ സംഭവിച്ചത്? ക്യാ ഹമാരെ ദുഷ്മൻ യഹാം ബി ആ പഹുഞ്ചേ യദ്ദാ ഹമാര ക്യാ ഹെ, നമ്മുടെ ദുഷ്മൻ ക്യാ ഹെ, ശത്രു. യഹാം ബി ആ പഹുഞ്ചേ, ഇവിടെയും വന്നോ. യഹാം കൊയ് പൂച്ച്നെ വാല നഹി ഹെ, യഹാം ഇവിടെ കൊയ് പൂച്ച്നെ വാല, പൂച്ച്ന ക്യാ ഹെ, പൂച്ച്ന ചോദിക്കുക, ഇവിടെ ചോദിക്കാൻ നഹി, പൂച്ച്നെ വാല നഹി ഹെ, ചോദിക്കാൻ ആരും ഇല്ലേ. ചാലുഭായ് ആപ് ക്യോ ഖാമുഷ് ഹെ, ചാലുഭായ് നിങ്ങൾ ഇവിടുത്തെ വാർഡ് മെമ്പർ അല്ലേ, ആപ് ക്യോ ഖാമുഷ് ഹെ, നിങ്ങൾ എന്താണ് ഖാമൂഷ് നിശബ്ദമായിരിക്കുന്നത്, മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ ചാലു പറയാണ് മേനെ ഹർ മീറ്റിംഗ് മേ ഈ ജുൽമ കെ ഖിലാഫ് ആവാസ് ഉഠായി ഹെ, ഞാൻ എല്ലാ മീറ്റിങ്ങിലും, ഹർ എന്ന് പറഞ്ഞാൽ ഓരോ, എല്ലാ എന്നുള്ള അർത്ഥമാണ്. മേനെ ഹർ മീറ്റിംഗ് മേ, ഞാൻ എല്ലാ മീറ്റിങ്ങിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജുൽമ കെ ഖിലാഫ്, ജുൽമ ക്യാ ഹെ, ജുൽമ ക്യാ ഹെ, അക്രമം. ഈ അക്രമത്തിൻ്റെ ഖിലാഫ് എന്ന് പറഞ്ഞാൽ എതിരിൽ, ഈ അക്രമത്തിനെതിരെ എന്തുണ്ട്, ആവാസ് ഉഠായി ഹെ, ശബ്ദമുയർത്താറുണ്ട്. ലേക്കിൻ എന്നാൽ ഹമാരി ബാത് സുൻതാഹി കോൻ ഹെ, നമ്മളെ കാര്യമൊക്കെ, നമ്മുടെ സംസാരമൊക്കെ കേൾക്കാൻ സുൻതാഹി കോൻ ഹെ, ആരുണ്ട്, നമ്മുടെ സംസാരമൊക്കെ ആര് കേൾക്കാനാ. അപ്പോൾ കവല് പറയാണ് അച്ഛാ നല്ലത്, ആജ് ഹി मैं इसकी തഫ്സീലി റിപ്പോർട്ട് ജംഗൽ വിഷൻ में पेश करूँगी. ആജ് ഹി, ഇന്ന് തന്നെ എന്ത് ചെയ്യും, ഇന്ന് ഹി എന്ന് പറഞ്ഞാൽ തന്നെ എന്നുള്ള അർത്ഥമാണ്. ആജ് ഹി, ഇന്ന് തന്നെ, ഞാൻ എന്ത് ചെയ്യും, ഇസ്കി തഫ്സീലി റിപ്പോർട്ട്, ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് ജംഗൽ വിഷൻ में पेश करूँगा, ജംഗൽ വിഷനിൽ पेश करूँगा, അവതരിപ്പിക്കും. ചാലോ അച്ചി ബാത് ഹെ, ലോഗോं को आगाह करना हमारा फ़र्ज़ है, നല്ല കാര്യമാണ്. അച്ചി ബാത് ഹെ, നല്ല കാര്യമാണ്. ലോഗോं को आगाह करना क्या है, ബോധവൽക്കരിക്കുക, ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഹമാര നമ്മുടെ ഫറസ് ഹെ, ഫറസ് ക്യാ ഹെ, കടമയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പാഠം. എല്ലാവർക്കും മനസ്സിലായില്ലേ? പാഠം വായിക്കാനും അതിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായില്ലേ? ടീക്ക്. അപ്പോൾ നമ്മൾ പാഠത്തിൻ്റെ ആശയം മനസ്സിലാക്കി അല്ലേ. കാട്ടിലെല്ലാ മൃഗങ്ങളും വളരെ സന്തോഷത്തോടു കൂടി കല്യാണത്തിൽ ഗിൽഹരിയുടെ ഷാദിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എന്ത് ചെയ്തത്, അവിടെ ഭയങ്കര അപകടം ഉണ്ടായത്. എന്ത് അപകടമായിരുന്നു? ചട്ടാൻ തോടന അല്ലേ. ചട്ടാൻ തോടനേക്ക് ആവാസായി എല്ലാവരും എന്ത് ചെയ്തു, അങ്ങോട്ട് ഓടി, ആകെ പരിക്ക് പറ്റി, വീടൊക്കെ നശിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഈ ചട്ടാൻ തോടന പാറ പൊട്ടിക്കുന്നവർ എന്താ പ്രശ്നം ഉണ്ടാകുന്നപ്പോൾ, അവിടെ ആ കാടിൻ്റെ സന്തോഷമൊക്കെ പോയി, അവിടെ എന്ത് ചെയ്തു, അവിടുത്തെ പരിസ്ഥിതി എന്ത് ചെയ്തു, നശിപ്പിക്കാനുണ്ടായത് അല്ലേ. ഇതേപോലെ നമ്മുടെ ചുറ്റുപാട് പരിസ്ഥിതി നശിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇല്ലേ. നമ്മുടെ ചുറ്റുപാടും എന്ത് ചെയ്യുന്നത്, നമ്മുടെ പരിസ്ഥിതി നശിപ്പിക്കുന്ന കുറേ ഒരു കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞു. ചട്ടാൻ തോടന, പാറ പൊട്ടിക്കൽ നമ്മുടെ നാട്ടിലും പ്രശ്നം തന്നെയാണ് അല്ലേ, ആണ്. പിന്നെ എന്തൊക്കെയാ ഉണ്ട്, മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, പേട് ബർബാദ് കർണ, ജംഗൽ ബർബാദ് കർണ അല്ലേ, ജംഗൽ ബർബാദ് കർണ. ഓർ ക്യാ ഹെ, പിന്നെന്താണ്, നദി നാലെ, അരുവികളും പുഴകളൊക്കെ പറയും എന്താണ്, ഗന്ധ കർണ, അതിനും പുഴ നദിയൊക്കെ എന്ത് ചെയ്യുക, എന്ത് ചെയ്യുന്നുണ്ട്, ഗന്ധ കർണ മലിനമാക്കുന്നുണ്ട്. ഓർ ഹവാക്കി ആലൂദകി, ഹവാ ക്യാ ഹെ, വായു മലിനീകരണം അല്ലേ. നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുക, ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വായുവിനെ മലിനീകരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, നമ്മളെ പ്രകൃതിയെ നശിപ്പിക്കുന്നത്. ഇനി നമ്മളാണ്, ഇനി ഇവിടുത്തെ അടുത്ത തലമുറ ആരാണ്, നിങ്ങളാണ് അടുത്ത തലമുറ വരാനുള്ളത് അല്ലേ. നിങ്ങളാണ് ഇനി അടുത്ത വലുതായിട്ട് തലമുറയായിട്ട് വരാനുള്ളത്. ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇനി ആർക്കാനുള്ളത്, നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി, ഈ പ്രകൃതിയുടെ ഈ ദുരവസ്ഥ മാറി കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് പറയൂ. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, എന്തൊക്കെ ഇവിടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം മനസ്സിലാക്കി അല്ലേ. അത് ചെയ്യണമെന്ന് വെച്ചാൽ മതി അല്ലേ. അതൊക്കെയായിരുന്നു മരങ്ങൾ നശിപ്പിക്കുകയാണെന്ന്. അപ്പോൾ എന്താണ്, പേട് ബർബാദിനെ കർണ അല്ലേ, പേട് പൗതെ ബർബാദിനെ കർണ. വേറെ എന്ത് ചെയ്യുന്നു, നദി മലിനമാക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നദി നമുക്കെങ്ങനെ പറയാം, നദി നാലെ ഗന്ധ ന കർണ, ഇതുപോലെ നദി നാല് അരുവികളും തോടുകളും എന്ത് ചെയ്ത് ഗന്ധ ന കർണ. പിന്നെ മറ്റെന്താ, പ്ലാസ്റ്റിക് അല്ലേ, വായുവിനെ മലിനമാക്കുന്ന പ്ലാസ്റ്റിക്കോ ന ജലാന, പ്ലാസ്റ്റിക് കത്തിക്കരുത്. നമുക്ക് ഈ പാടത്തിൽ ഒരു പ്രവർത്തനം ചെയ്യാനുണ്ട്. അങ്ങനെ എന്താണ്, മാഹൂൽക്കോ
നോക്കൂ, माहौल को साफ सुथरा रखने के लिए हम क्या कर सकते हैं, ചന്ദ് ജുംല ലിഖിയേ. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. പ്രവർത്തനം ഇതാണ്, माहौल को साफ सुथरा रखने के लिए हम क्या कर सकते हैं. പ്രകൃതിയെ, നമ്മുടെ ചുറ്റുപാടിനെ വൃത്തിയായി വെക്കാൻ, സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ നമുക്ക് ക്യാ കർ സക്തെ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുപോലെ നമുക്ക് അതുപോലെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ കുറേ ജുംലകൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ടീക്കേ, പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള വിഷയത്തിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കൂടുതൽ ജുംലകൾ തയ്യാറാക്കാൻ ശ്രമിക്കുക. ടീക്കേ, അപ്പോൾ ഈ പാഠത്തിൽ നമ്മളിന്ന് ചെയ്യേണ്ട 1-2 വർക്കുകൾ പറഞ്ഞു. നമ്മൾ എന്തൊക്കെയായിരുന്നു ആദ്യമേ ചെയ്യേണ്ടത്, നമ്മളെ പാഠം ഒന്ന് വായിക്കുക. പാഠം വായിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും നിങ്ങളുടെ അധ്യാപകർക്ക് അത് ആ പാഠം ഒന്ന് വായിച്ചിട്ട് വൃത്തിയായി വായിച്ചിട്ട് അയച്ചു കൊടുക്കുക. ടീക്കേ, പിന്നെ മറ്റേ പ്രവർത്തനം എന്തായിരുന്നു, माहौल को साफ सुथरा रखने के लिए हम क्या कर सकते हैं. നമ്മൾ പരിസ്ഥിതിയെ വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഈ പ്രവർത്തനത്തിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക, നമ്മൾ 3 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അതുപോലെ കൂടുതൽ ജുംലകൾ തയ്യാറാക്കിയിട്ട് അത് നിങ്ങൾ അധ്യാപകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. समझ गया? लगे पाठ മനസ്സിലായില്ലേ? അപ്പോൾ ठीक है, शुक्रिया.